സ്വാഗതം ചെയ്യുന്നു. കൊച്ചുകുട്ടികളെ പോലെ നടക്കുന്നു നമ്മുടെ മതം. അപ്പോ ആ ഒരു പൂന്തോട്ടത്തിലെ പൂമ്പാറ്റ എന്ന് പറയില്ലേ, അങ്ങനെയാണ് എനിക്ക് മദറിനെ കുറിച്ച് ഉപമിക്കാൻ തോന്നിയത്. മദറാണ്, ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. ഇടവകയുടെ നമ്മളെല്ലാ കാര്യങ്ങളിലും മദറുണ്ട്, നമുക്കറിയുന്ന കാര്യമാണ്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പലതും കേൾക്കുന്നൊക്കെ ഉണ്ട്. എങ്കിലും ഒരു പൂമ്പാറ്റയായി നമ്മളുടെ ഇടയിലൂടെ നടക്കുന്ന മദറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തൊരു പൂമ്പാറ്റയായിട്ട് പെൻഷനൊക്കെ പറ്റിയെന്ന പെൻഷനൊക്കെ ആയിരുന്നുള്ളൊരു ബോധമൊന്നുമില്ല. എപ്പോഴും നല്ലൊരു യുവാവിനെ പോലെയാണ് എല്ലാവരോടും സംസാരിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിരിക്കും ഇല്ലേ? സ്റ്റീഫൻ ചേട്ടൻ ആളില്ല പെണ്ണില്ല ചേട്ടൻ എന്നെ എല്ലാവരുടെ അടുത്തേക്കും വന്ന് കുശലാന്വേഷണമൊക്കെ ചോദിച്ച് കുറച്ച് നേരം അവരോടൊക്കെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ എന്താ പറയുക, ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ രസകരമായി ആസ്വദിച്ച് നടക്കുന്ന സ്റ്റീഫൻ ചേട്ടനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. പിന്നീട് ഏത് കാര്യവും ഇപ്പോൾ ഞാൻ പ്രസിഡന്റായി, ഞാൻ മാതൃവേദിയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് തിരുത്തലുകൾ തന്ന് എന്നെയും ഞങ്ങളുടെ കൂട്ടായ്മയെയും പിടിച്ചു നിർത്തുന്നത് ഡാളിയാണ്. അപ്പോൾ അതുപോലെ കാശിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഡാളിക്ക് നല്ല മിടുക്കുണ്ട്. അതിനൊക്കെ വേണ്ട വിധത്തിൽ തന്മയത്വത്തോടു കൂടി പറഞ്ഞ് ചെയ്ത് അതിനൊക്കെ പക്വതയോട് കൊണ്ടുപോകാനുള്ള കഴിവ് ഡാളിക്കുണ്ട്. ഡാളിയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തതായി നിങ്ങൾ ഓരോരുത്തരെയുമാണ്. ദുരനുഭവങ്ങളാണ് നമ്മൾ ഓർക്കുക. പക്ഷെ ഒന്ന് കൂട്ടത്തിൽ കൂടെ ഒന്ന് നോക്കി, ഒന്ന് മിണ്ടി നോക്കി, നല്ലൊരു ഡ്രസ്സ് ഇട്ട് നോക്കി, നന്നായി ശരി. അപ്പോൾ നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു പൂർണ്ണത വിശ്വാസം കിട്ടും. അതിനൊക്കെ നമുക്കുള്ള അവസരമാണ് നമ്മുടെ പള്ളി. ആ പള്ളിയുടെ ഉള്ളതാക്കി തീർക്കാനായിട്ട് എല്ലാ സ്ത്രീകൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രസിദ്ധ സാഹിത്യകാരനായ ഹെർമൻ ഹെസ്സെ അദ്ദേഹത്തിൻ്റെ സ്ത്രീകളെ കുറിച്ചുള്ള ഒരു കുഞ്ഞു ചിന്തയുണ്ട്. 4 തരത്തിലുള്ള ഭാഗ്യപ്പെട്ട സ്ത്രീകൾ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കും. അതിന് അദ്ദേഹം വിശദീകരണം കൊടുക്കുന്നത് ഇങ്ങനെയാണ്: ഒന്നുകിൽ ഒരു ചക്രവർത്തിയുടെ ഭാര്യയാവുന്നു ഒരു ഭാഗ്യപ്പെട്ട സ്ത്രീ, 2 ഒരു വിപ്ലവകാരിയുടെ കാമുകിയാവുന്നു, 3ാമത്തേത് ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരു ബുദ്ധിജീവിയായ ഒരു വ്യക്തിയുടെ സഹോദരിയാവുന്നു, 4ാമത്തേത് ഒരു രക്തസാക്ഷിയുടെ അമ്മയാവുന്നു. ഇന്ന് പരിശുദ്ധ അമ്മയെ ഓർക്കുന്ന ദിവസം കൂടിയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ രക്തസാക്ഷി, ഈശോയുടെ അമ്മയാകാനായിട്ട് ഭാഗ്യം ലഭിച്ച പരിശുദ്ധ അമ്മയെന്ന എളിമയുടെ ധീരതയുടെ മൂർത്തിമത്ഭാവമായ ആ പരിശുദ്ധമ്മയുടെ സംരക്ഷണം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ഏറെ സ്നേഹത്തോടുകൂടി ആശംസിക്കുകയാണ്. കാരണം കുരിശോളം സഹിച്ചവരമ്മയെ എന്നതിനേക്കാളുപരി കുരിശോളം അസഹനങ്ങളിൽ മകന് പുരുഷ പ്രജകളൊക്കെ ഉണ്ടായിട്ടും എല്ലാം ഓടിപ്പോയിട്ടും ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയിട്ടും ഈ സ്ത്രീയാണ്, ഈ പെണ്ണാണ് ഈശോയ്ക്ക് ധൈര്യം കൊടുത്തത്. മഹത്വവും സ്ത്രീകളിൽ ഉള്ള കഴിവുകളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്ത്രീകളുടെ വെല്ലുവിളികളെ നേരിടുന്നതിനും സമൂഹത്തിന് മുന്നിൽ ഈ വെല്ലുവിളികളെ അവതരിപ്പിക്കുന്നതിനുമായി നാം അവതരിപ്പിക്കുന്ന സുദിനമാണ് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. സമൂഹത്തിൽ സ്ത്രീ കുടുംബത്തിൽ തൊഴിൽ മേഖലകളിൽ വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാം ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. അവൾ ശക്തയാണ്, പ്രബലയാണ്, ധീരയാണ്. എന്നാൽ സ്ത്രീ തന്റെ മഹത്വം മനസ്സിലാക്കാതെ പോകുന്നതാണ് പലപ്പോഴും. നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും ഓർത്ത് അനുദിനവും പ്രാർത്ഥിക്കും.
എല്ലാവരും വലതുകരം നേരെ ഉയർത്തിപ്പിടിക്കുക. തിരുസഭ നമ്മുടെ അമ്മയാണ്. സഭയാകുന്ന അമ്മയോടൊപ്പം ജീവിക്കുന്ന ഞങ്ങൾ സഭയുടെ വിശ്വാസ പ്രമാണങ്ങളെയും പാരമ്പര്യങ്ങളെയും വിലമതിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ആത്മീയ അടിത്തറയിൽ നിന്ന് സുവിശേഷ പ്രഘോഷണങ്ങളിലൂടെ സാക്ഷ്യം വഹിച്ച് ഈ സമൂഹത്തിന് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്ന സാഹചര്യത്തിന്റെ അഖണ്ഡതയും ദേശീയതയും വനിതാ ദിനാചരണത്തിൽ മതേതര സംസ്കാര വ്യത്യസ്തതകളിൽ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും വക്താക്കളായി ഞങ്ങൾ നിലകൊള്ളും. മതവൈര്യങ്ങൾ തുടച്ചു നീക്കുവാനും സമാധാനം സംസ്ഥാപിക്കുവാനും ഞങ്ങൾ പരിശ്രമിക്കുന്നു. ഒരുമയിൽ മുന്നേറാൻ ബുദ്ധിയും ശക്തിയും കഴിവും സമർപ്പിക്കുമെന്നും നാടിനും സഭയ്ക്കും രാജ്യത്തിനും വേണ്ടി രക്തം ചിന്തിയും സ്ത്രീകളുടെ അവകാശത്തിനു വേണ്ടി സംരക്ഷകരായി Mother Superior, Sister Agnes. മാറ്റമുണ്ടായിട്ടുണ്ടോ? അതായത് ജസ്റ്റ് നിങ്ങളിലേക്ക് ഇറങ്ങാം. നിങ്ങൾ മാനസികമായിട്ട് ഞങ്ങൾ വളരെ പവർഫുള്ളായി അല്ലെങ്കിൽ ചിലർ പറയുന്നത് വീക്കായി, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? മനസ്സിലായില്ല, അത് ഞാൻ ഉണ്ടായില്ല. ശരി, കഴിഞ്ഞു. ഓക്കെ, എന്താ നല്ല മാറ്റണം? അന്നുണ്ടായിരുന്നോ? എനിക്ക് ഇത്തിരി വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ 2 വർഷം കൊണ്ട്. ചോദിച്ചത് മനസ്സിലായി. ശ്രീമതി കുഞ്ഞനമ്മ, ശ്രീമതി ലില്ലി, ശ്രീമതി മേരിക്കുട്ടി, ശ്രീമതി ഷേജി വിൻസൻ മൂഞ്ഞ്. ചേച്ചിക്ക് ലോഗോസ് കിട്ടി 85 മാർക്കായിരുന്നു. ശ്രീമതി ബേബി ഫ്രാൻസിസ്, ശ്രീമതി റോമിക്ക്, ഭാഗ്യവതിയും തുടർന്നുള്ള ഇന്നത്തെ